ഇവിടെയാണോ ആരാ മനസ്സിലായില്ല? ഞാൻ ആക്ടറാ. ഞാൻ ഡോക്ടറാണ്. ഈ ആക്ടറും ഡോക്ടറും തമ്മിലൊരു ബന്ധമുണ്ട്, അറിയാം? അതെന്ത് ബന്ധുവാ? രണ്ടുപേരും തിയേറ്ററിൽ ആളിനെ കയറ്റി കൊന്നുകളയും. അതിപ്പം എന്റെ ഡയലോഗ് ഒക്കെ എന്തേ? ഡയലോഗ് ഒന്ന് നേരത്തെ തന്നായിരുന്നെങ്കിൽ എനിക്കൊന്ന് ബൈഹാർട്ട് ആക്കായിരുന്നു. എന്താ അർത്ഥക്കാരനും അവക്കത് പഠിച്ചെടുത്തിട്ട് എനിക്കത് തെറ്റാതെ പറയാറുണ്ട്. ഡയലോഗ് ഇല്ലല്ലോ. അയ്യോ ഡയലോഗ് ഇല്ലേ? ഡയലോഗ് ഇല്ലെന്ന്. ഡയലോഗ് വേണം. 2 അവാർഡ് മേടിച്ചിട്ട് നിൽക്കുന്ന നടിയാണ് നിങ്ങൾ. ഡയലോഗ് ഇല്ലാതെ ആദ്യം പറയേണ്ടത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, സീൻ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾക്കൊരു അവാർഡ് തരും, അതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. പക്ഷെ എന്തറിയോ, ഈ സീൻ എന്ന് പറയുന്നത് ഒരു ശവമായിട്ട് അഭിനയിച്ചാൽ മതി. ശവമായിട്ടൊന്നും അഭിനയിക്കാം. പിന്നെ ശവമായിട്ട് അഭിനയിക്കാം. ഞാൻ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞ ഫ്രണ്ട്സ് ക്ലബിന്റെ അവാർഡ് വരെ എനിക്കാ കിട്ടിയത്. എനിക്കങ്ങനെ ശവമായിട്ട് അഭിനയിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇപ്പൊ ആക്ച്വലി എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. മൂന്നാമതൊരു അവാർഡ് കൂടെ കിട്ടിയാൽ കഴിക്കുവോ? ഈ വർഷത്തെ ഏറ്റവും മികച്ച മോർച്ചറി അവാർഡ് ഈ കുട്ടിക്കാണ്. അങ്ങനെ ഒരു അവാർഡ് ഉണ്ടോ? പിന്നെ അങ്ങനെ ഒരു അവാർഡുണ്ട്. ഈ വർഷം തൊട്ട് തുടങ്ങിയതാണ്. അത് മന്ത്രിയെ കൊണ്ട് ഞാൻ ശുപാർശ ചെയ്യിച്ച് കുട്ടിക്ക് തന്നെ വാങ്ങിച്ചു തരും. ശരിക്കും പൈസ വല്ലതും കിട്ടുവോ? 2 ലക്ഷം രൂപയും പലകയും. നമുക്ക് വീടിനടിക്കാമല്ലോ. തെറ്റിപ്പോയതാണ്. പലകമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.